ബിസ്മി സൂറത്ത് എത്ര ആയത്താന്ന് പറഞ്ഞ്? 19 ആയത്ത്. നിങ്ങൾ മറന്നോ? 19 ആയത്ത്. ബിസ്മിയുടെ ആയത്തത്തെ ഹർഫത്ര? അതും 19. എന്തിനാ അല്ലാഹു തആല ഈ ആദ്യം ഇറങ്ങിയ ഈ സൂറത്തിന്റെ വചനങ്ങൾ ഒരു 19-ലും അതിലെ തലക്കെട്ടായ ബിസ്മി 19-ലും ഒതുക്കിയത്? ജബാനിയത്തിന്റെ എണ്ണം പറഞ്ഞെടുത്ത് ഖുർആനിൽ അലൈഹാ 19. ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തും 19 മലക്കുകളുണ്ട്. ആ 19നെ പ്രതിരോധിക്കാൻ വലിയ ഒരു ആയുധമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സമയങ്ങളിലും ബിസ്മില്ല. ഞാൻ അതിന്റെ ഫള് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അത് പിന്നെ എവിടെങ്കിലും വിശദീകരിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടോണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരം. അത് ചൊല്ലേണ്ട ഒരു സമയത്തും കുറച്ച് ചൊല്ലേണ്ട, ഫുള്ളായി ചൊല്ലണം. നമുക്ക് എന്തെങ്കിലും തിന്നാൻ കാണുമ്പോഴേക്ക് ബിസ്മില്ലാഹിനെ ഓർമ്മയില്ലേ, ബാക്കി ചൊല്ലാൻ നേരല്ല. ഫുള്ളായി ചൊല്ലണം. അറക്കാൻ വേണ്ടി കത്തിട്ടുമ്പോഴേക്ക് ബിസ്മില്ലാഹി ഓർമ്മയിലുള്ളൂ, ഫുള്ളായി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാൻ ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ബിസ്മി ഫുള്ള് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നബിയേ, അവൻ എന്ത് പറഞ്ഞാലും ശരി തങ്ങൾ അവന് വിധേയപ്പെടേണ്ടതില്ല. നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ തങ്ങളത് കേൾക്കേണ്ടതില്ല. വസ്ജുദ് വഖ്തരിബ്, തങ്ങൾ സുജൂദ് ചെയ്തോളൂ. വഖ്തരിബ്, എന്നോട് അടുത്തോളൂ. സുജൂദ് ചെയ്യാന്നാണ് അർത്ഥം. നിസ്കാരത്തിലെ ശ്രേഷ്ഠമായ ഒരു റുക്കിന് എണ്ണി പറഞ്ഞു എന്നേ ഉള്ളൂ. നിസ്കരിക്കാനാണ് അതിന്റെ ഉദ്ദേശം. റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം അത് വേറെ പറയേണ്ടതാണ്. റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിസ്കാരമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ഖുർബ് സ്വീകരിച്ചത്, അടുപ്പം സ്വീകരിച്ചത് നിസ്കാരവും ആ നിസ്കാരത്തിലെ സുജൂദുമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് നിസ്കാരത്തിലെ സുജൂദിലാണ്. സുജൂദിൽ വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു തആല അത് സ്വീകരിക്കും. കാരണം സുജൂദിൽ ആ മനുഷ്യൻ എത്ര വലിയ വിനയത്തോടെയാ. അവന്റെ മൂക്കും അവന്റെ കണ്ണും ഒക്കെ സുജൂദല്ലേ. കണ്ണ് തുറക്കണം. കണ്ണ് പൂട്ടരുത്. ചില ആൾക്കാർ ഖിയാമില് കണ്ണ് പൂട്ടും. അതെന്തോ ഇനി നിസ്കാരത്തിനോട്ട് ഇൽത്തിഫാത്ത് വരണ്ടാന്ന് കരുതി ശ്രദ്ധ മാറണ്ടാന്ന് കണ്ണ് പൂട്ടും ചിലർ. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, കണ്ണ് പൂട്ടാൻ പറ്റും, ജായിസാണ്. പക്ഷെ കണ്ണ് തുറക്കണം. എവിടെ? സുജൂദില്. കാരണം കണ്ണ് സുജൂദ് ചെയ്തു എന്ന് പറയണമെങ്കിൽ കണ്ണ് തുറക്കണം. അവിടെ കണ്ണ് പൂട്ടുക. കണ്ണ് തുറക്കണം. എല്ലാ അവയവങ്ങളും സുജൂദിലാണ്. ഒറ്റ അവയവം ഒഴിവില്ല, ഒക്കെ സുജൂദിലാണ്. കാല് സുജൂദിലല്ലേ, കാൽപാദം സുജൂദിലല്ലേ. നിങ്ങൾ നോക്ക്, ഒക്കെ വിനയത്തിന്റെ ശൈലിയിലാണ്. കൈയും കണ്ണും മൂക്കും എല്ലാം സുജൂദിലാണ്. കാതും തലയും നെറ്റിയും ഒക്കെ. ഇങ്ങനെ ശ്രേഷ്ഠമായി ചെയ്യുന്ന ഒരു തവാളു വേറെയില്ല. ആ വിനയത്തോടെ കടന്ന് അടിമ ഉടമസ്ഥനോട് പറയുന്നത് അല്ലാഹു തആല ഏറ്റവും നല്ല അർത്ഥത്തിൽ സ്വീകരിക്കും. നിസ്കരിച്ചുകൊണ്ട് നാഥനിലേക്ക് അടുക്കണം, റബ്ബിലേക്ക് അടുക്കണം. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നിസ്കാരം കൊണ്ടല്ലേ ഏറ്റവും വലിയ വിജയം ബദറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഘോഷമായി പറഞ്ഞത്. ബദർ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ നബി തങ്ങൾ പന്തലിൽ നിസ്കരിക്കാന്ന് പറഞ്ഞ സുജൂദിലാണ്. സുജൂദിൽ സാധാരണ തസ്ബീഹ് കഴിഞ്ഞിട്ടും തലയെടുക്കാത്ത കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു കാതൊന്ന് വെച്ച് നോക്കി എന്താ പറയുന്നത് കേൾക്കാൻ. അപ്പൊ തങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അതങ്ങനെ ആവർത്തിച്ച്. ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തങ്ങൾ പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ, സന്തോഷം വന്നെത്തി, മലക്കുകൾ വന്നെത്തി. മലക്കുകൾ അപ്പോഴേക്കും ഇങ്ങനെ ഇറങ്ങാണ്. നിസ്കാരാണ്. കൃഷിയിടത്തിൽ വെള്ളമില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വെള്ളമില്ല, ഇക്കൊല്ലൊന്നും വളം കിട്ടുന്ന കുറയുന്നു. അനസ് റളിയല്ലാഹു അൻഹു മഴയല്ലേ, ഇപ്പൊ തരാം മഴ. ഇങ്ങനെ മഴ എടുത്ത് മരുഭൂമിയിലേക്ക് മുണ്ടി വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചാണ് ദ്വാരുന്നു. ഇനി പോയിക്കോളി. പോയി നോക്കുമ്പോ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ മാത്രം മഴ. നിസ്കാരം ഏത് വിഷയത്തിനും റബ്ബിലേക്ക് അടുക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സമാധാനം കിട്ടാൻ നിസ്കാരം. മുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണം. ഏത് വിഷയത്തിനും നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് നാഥനിലേക്ക് അടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ നിസ്കാരം ഒഴിവാക്കരുത്. അപ്പൊ നിസ്കരിക്കാൻ വരുന്ന തങ്ങളെ തടയുന്ന, ചീത്ത പറയുന്ന അബൂജഹലിനെ തങ്ങൾ പരിഗണിക്കേണ്ടതില്ല. അത്തരത്തിൽ ഒരാളെയും പരിഗണിക്കേണ്ടതില്ല. വസ്ജുദ് വഖ്തരിബ്, നിസ്കരിച്ച് സുജൂദ് ചെയ്ത് റബ്ബിലേക്ക് എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.